ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അത് അത്ര വലിയ മഴ ഒന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ സാധാരണ രാവിലെ തന്നെ അധിക ദിവസം നല്ല മഴയായിരിക്കും. പിന്നെ ഇതാ ഞാൻ ഗ്രീൻ പീസിൻ്റെ മസാലക്കറി റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇന്ന് സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. നമ്മൾ എത്ര നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിലും രാവിലെ തീരെ ഒന്നിനും സമയം കിട്ടാത്ത പോലെ അല്ലേ തോന്നുക. അപ്പോൾ ഞാൻ ഇതാ മസാലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവരും ഇത് ഇടുന്നത് തന്നെ ആയിരിക്കും. പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇതൊന്ന് വിസിൽ വരുത്തിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. മോന് സ്കൂളിലേക്ക് ലഞ്ചിന് ഇത് മതി എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കറി. പിന്നെ അത് പൊറാട്ട ആയതുകൊണ്ട് അവൻ ഒറ്റ കഴിക്കുന്ന ഇല്ല, പിന്നെ ഞാൻ രാവിലെ കൊടുക്കണം. വലൈക്കും സലാം. ചില ദിവസങ്ങളിൽ ഇവർ സ്കൂളിലേക്ക് ഇറങ്ങുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നല്ല മഴയായിരിക്കും കേട്ടോ. ആ മഴ ഫുള്ളും കുട പിടിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഇവരെ യൂണിഫോം മേലൊക്കെ എന്തായാലും നനയും. അത്രയ്ക്ക് ശക്തിയുള്ള മഴയല്ലേ. ഞാൻ ശരിക്കും കരുതും ഇവർ സ്കൂളിൽ പോകുന്നതും പിന്നെ അതുപോലെ തന്നെ തിരിച്ച് സ്കൂളിൽ വിടുന്ന ടൈമിലും കുറച്ചൊന്ന് മഴ കുറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ എത്ര വേണമെങ്കിലും പെയ്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ അതാ മക്കളൊക്കെ പോയി ഞാൻ എൻ്റെ ഓരോ പണികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെ സ്കൂളിലേക്ക് വിട്ടാൽ ഞാൻ ആദ്യം തന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനാക്കി എടുക്കും കേട്ടോ. എന്നിട്ടേ ഉള്ളൂ പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പണിയൊക്കെ തുടങ്ങുള്ളൂ. നല്ല വെയിലൊക്കെ കണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാട്ടോ. അപ്പോഴേക്കും ഇതാ പെട്ടെന്ന് തന്നെ മഴയും പെയ്ത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഞാനത് ചിക്കൻ പെരി പെരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 വറ്റൽമുളക് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അത്യാവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പെരിഞ്ചീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ അരച്ചെടുത്ത മിക്സിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മസാലയൊക്കെ തേച്ചതിന് ശേഷം മന്തിക്കൊക്കെ സ്മോക്ക് ചെയ്യിക്കാൻ വെക്കില്ലേ, അതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്യിച്ച് നന്നായിട്ട് അടച്ച് വെക്കണം 1 മണിക്കൂർ. അപ്പോൾ എനിക്കിതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരമണിക്കൂറൊന്ന് തേച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക ചെയ്തത്. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഈ പപ്പായന്ന് കട്ടാക്കി വെക്കുകയാണ്. ഇത് ഇന്നലെ അടുത്ത വീട്ടിൽ ചേച്ചി കൊണ്ടു തന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നുകൂടി പഴുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ അത് കട്ടാക്കിയിട്ടില്ലേനും. ഇന്നിപ്പോൾ മക്കൾ വരുമ്പോഴേക്കും ഇത് തൊലിയൊക്കെ ഒന്ന് പോക്കി റെഡിയാക്കി വെക്കാമെന്ന് കരുതി. പിന്നെ അതിൻ്റെ ഇടയിൽ രാവിലെ ഞാനത് പയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തേങ്ങയും പിന്നെ ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഇവർക്ക് വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ചായയും സ്നാക്സൊക്കെ വേണം. പക്ഷേ ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ഞാൻ ചായ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.